ഹിറ്റടിക്കുമെന്ന് ഉറപ്പാണ്. വേട്ടയ്യൻ വൻ തുകയ്ക്ക് OTT സ്വന്തമാക്കി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ഒന്ന് അമർത്തണേ. രജനീകാന്തിന്റെ ആരാധകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് വേട്ടയ്യൻ. DJ ജ്ഞാനവേലാണ് സംവിധാനം. ചിത്രത്തിന്റെ പുതിയ അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ. വേട്ടയ്യന്റെ OTT അവകാശം വൻതുകയ്ക്ക് വിറ്റുവെന്നാണ് വിവരം. ആമസോൺ പ്രൈം വീഡിയോസാണ് ചിത്രത്തിന്റെ OTT അവകാശം വാങ്ങിയിരിക്കുന്നത്. സമീപകാലത്ത് ഇറങ്ങിയ രജനീകാന്ത് ചിത്രത്തിൽ ഏറ്റവും കൂടിയ OTT തുകയ്ക്കാണ് ചിത്രം വിറ്റുപോയത്. DJ ജ്ഞാനവേൽ സംവിധാനം ചെയ്ത ആദ്യ ചിത്രമായ ജയ് ഭീം നേരിട്ട് ആമസോൺ വഴി OTT റിലീസിനാണ് എത്തിയത്. ഒക്ടോബറിൽ റിലീസാവുന്ന ചിത്രത്തിലെ രജനീകാന്തിന്റെ ഭാഗം പൂർത്തിയായി എന്നാണ് വിവരം. ഒരു യഥാർത്ഥ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള മുഴുനീള എന്റർടൈനർ ആയിരിക്കും വേട്ടയ്യൻ എന്നാണ് പുറത്തുവരുന്ന അഭ്യൂഹം. മാത്രമല്ല, ഒരു പോലീസ് ഓഫീസറോടെയാണ് താരം അഭിനയിക്കുന്നത് എന്ന് സിനിമാ സെറ്റിലെ താരത്തിന്റെ യൂണിഫോമിലുള്ള ചിത്രം പുറത്തുവന്നതിന് പിന്നാലെ റിപ്പോർട്ടുകൾ എത്തിയിരുന്നു. ലൈക്ക പ്രൊഡക്ഷൻസ് ഒരുക്കുന്ന ചിത്രത്തിൽ അമിതാഭ് ബച്ചൻ, തെലുങ്ക് താരം റാണ എന്നിങ്ങനെ വലിയ താരനിര അണിനിരക്കുന്നുണ്ട്. ഫേക്ക് എൻകൗണ്ടറുകളെക്കുറിച്ചുള്ള വിഷയമാണ് ചിത്രം സംസാരിക്കുന്നതെന്നാണ് റിപ്പോർട്ട്. അനിരുദ്ധ് രവിചന്ദറാണ് ചിത്രത്തിന്റെ സംഗീതം. ലോകേഷ് കനകരാജ് സംവിധാനത്തിൽ ഒരുങ്ങുന്ന കൂലി എന്ന ചിത്രത്തിലാണ് രജനീകാന്ത് അടുത്തായി അഭിനയിക്കുന്നത്. രജനീകാന്തിന്റെ സ്റ്റൈലും സ്വാഗും തനിക്ക് ഏറെ പ്രിയപ്പെട്ടതാണെന്നും താരത്തിന്റെ വില്ലൻ ഭാവങ്ങൾ കൂലിയിലൂടെ വീണ്ടും കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നതായും ലോകേഷ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. ചിത്രം LCUവിന്റെ ഭാഗമല്ല. ഇന്ത്യയിലേക്ക് സിംഗപ്പൂർ, ദുബായ്, USA തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള സ്വർണ്ണക്കടത്ത് ആണ് ചിത്രത്തിന്റെ പ്രമേയമാവുക എന്നാണ് റിപ്പോർട്ട്. അപ്പോൾ മറക്കാതെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.